നമ്മൾ അമ്മായിൻ്റെ മോനുണ്ട്. ഇവിടെ ഈ പരിസരമൊക്കെ നമ്മൾ കുടുംബക്കാരനെ ഉണ്ട്. ഇവിടേക്ക് പറമ്പേരപ്പെട്ട 2:30 മണിക്ക് വീണ്ടും അടുത്തവും പൊട്ടി. അടുത്ത് പൊട്ടിയപ്പോൾ ഒക്കെ എല്ലാം പോയി. കൂട്ടുകാരും വീടും അയൽവാസികളും അനിയനും ഒക്കെ പോയി. ആ രണ്ടാമത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഞങ്ങൾ കടന്ന് അതിനുള്ളിൽ കിടന്നിട്ട് നോക്കുമ്പോൾ അനിയൻ്റെ ഒരു മോനും 2 മക്കൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ട് ഏകദേശം ഈ കഴിഞ്ഞ ദിവസത്തോടു കൂടി 1 ആണ്ട് പിന്നിടുകയാണ്. ഏവരുടെയും മനസ്സിനെ ഈറനണിയിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ആ ആണ്ട് പിന്നിടുന്ന ദിവസം ആ ചൂരൽമലയിലേക്ക് പോയവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ഒരു ഇരുട്ടി നേരം വെളുത്തപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അച്ഛനും അതുപോലെ തന്നെ ഒരുപാട് അമ്മമാർക്ക് അവരുടെ ഭർത്താവും അതുപോലെ സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു ജൂലൈ 30 എന്ന് പറയുന്നത്. അന്ന് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഏവരുടെയും മനസ്സിനെ ഈറനണിയിക്കുന്നത് തന്നെയാണ്. അതിലേറ്റവും വൈകാരികമായ ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരു അച്ഛനെ 3 മക്കളില്ലാതായിട്ട് ആ അച്ഛൻ പുഷ്പങ്ങളുമായി വന്നിട്ട് അവരെ മറവ് ചെയ്ത സ്ഥലത്ത് ആ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ച ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയോടുകൂടി തന്നെയാണ് മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. ആ മക്കളെ ആരും തന്നെ മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. നിവേദ്, ധ്യാൻ, ഇഷാൻ എന്ന് പറയുന്ന ആ കുട്ടികളുടെ മരിച്ച സ്ഥലത്ത് അച്ഛനമ്മമാർ പുഷ്പങ്ങളും അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ചോക്ലേറ്റും വെച്ചുകൊണ്ടാണ് അവർക്ക് ഓർമ്മകൾ അർപ്പിച്ചത് എന്നുള്ളതാണ്. വളരെ സങ്കടവും അതുപോലെ തന്നെ ഒരുപാട് പേർ അവിടെ കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ചിത്രങ്ങളിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. എല്ലാവരെയും നിരത്തി അവിടെ മറവ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും അവരുടെ ഓർമ്മകൾ പങ്കിട്ട് പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത അവരുടെ ജീവിതങ്ങളെല്ലാം തന്നെ ഒരു ഇരുട്ടി കൊടുത്തപ്പോൾ എല്ലാവരും പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ നമ്മൾ നൗഫലിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഒരു കുടുംബത്തിലെ 11 പേരാണ് നൗഫലിന് നഷ്ടമായത്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രവാസിയുടെ ജീവിത കഥ കൂടി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കുടുംബത്തിലെ വാപ്പയും സഹോദരനുമടക്കം 28 ആൾക്കാരാണ് ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ നഷ്ടമായത് എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും വലിയൊരു സംഖ്യയാണ്. 28 ആൾക്കാർ ഒരു കുടുംബത്തിൽ നിന്ന് മരണപ്പെടുക, അതും ഒരു ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ ആ ജീവിതം പിന്നെ എങ്ങനെയാണ്, ജീവിതത്തിൽ ആരാണ് അവർക്കുള്ളത്, എന്ത് പ്രതീക്ഷകളാണ് അവരെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നൊന്നും ആർക്കും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്തരം ഒരു കുടുംബത്തിൽപ്പെട്ട ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരുപാട് മാധ്യമങ്ങളെല്ലാം ഒരുപാട് വാർത്തകളെല്ലാം വന്നതാണ്. അദ്ദേഹത്തിന് അവിടെ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ ചളിയും മണ്ണുമല്ലാതെ ഒന്നും തന്നെ ദൈവം ബാക്കിയാക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഓർമ്മകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. ഒരു 1.5 മണിക്കൂറിൻ്റെ എൻ്റെ അവിടെ തെങ്ങുണ്ട്, വീടിൻ്റെ മുമ്പിൽ തെങ്ങ്. ആ തെങ്ങ് ഒന്നായിട്ട് അടുക്കളൻ്റെ മേലെ കൂടെ വീഴുന്നൊരച്ച. അങ്ങനെ വൈഫിന് തന്നെ തെങ്ങ് വീണിക്കണെന്ന് അതിൻ്റെ മുമ്പത്തൊന്നും നമുക്ക് അറിയുന്നില്ല. തെങ്ങ് എന്തോ വീണിക്കണ്, എണീച്ച് ചാടിന് വെള്ളത്തിക്ക. അതായത് വീട്ടിലപ്പോൾ വെള്ളം പൊന്തിക്കൊണ്ടേയിരിക്കണം. ഒന്നായിട്ട് വന്നിട്ടില്ല, മേലിൽ വന്നിട്ടില്ല വെള്ളം. ആ വരുന്ന ഒച്ചക്കപ്പാടിന് ഇപ്പോൾ എൻ്റെ തെങ്ങ് വീകലും ഈ ഒച്ചക്കപ്പാടെ ഞങ്ങൾ കേൾക്കുന്നത്. ചാടി വീടിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന വീട്ട് വെള്ളത്തിക്ക. വീടിനുള്ള അപ്പോൾ മോള് നിലവിളിക്കൽ തുടങ്ങി. മോളും കുട്ടിയും നിലവിളിക്കൽ തുടങ്ങി. കട്ടിലൊന്നായിട്ട് പൊന്തിയിട്ട് അങ്ങനെ അപ്പോൾ തൊട്ട് അനിയൻ നിലവിളിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. അനിയനും കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട്. മൂത്താപ്പ എണീച്ച് പുറത്ത്. അങ്ങനെ ഞങ്ങൾ എണീച്ച് അപ്പോൾ ചാടി വെള്ളത്തിൽ നിന്ന് കുട്ടിനെ പിടിച്ച് പിന്നെ മോളെ പിടിച്ച് വൈഫിനെ പിടുത്തം വിടുന്നില്ല. അലറി വിളിച്ചപ്പോൾ മേലെ കൂട്ടുകാരുണ്ട്. എല്ലാവരെയും അളിയെന്ന് അളിയൻ്റെ ഒരു മോനുണ്ട്. മോനും ഇവിടെ ഇസ്മായിലിൻ്റെ ഒരു മോനുണ്ട്. ഇവർ രണ്ടുപേരും ഓടി വന്ന് ഇവരൊക്കെ പാടെ കൂട്ടിയിട്ട് ഇവരെ പിടിച്ച് കയറ്റി മേലേക്ക് കയറ്റി തൊട്ട് അനിയൻ്റെ അവിടുന്ന് എല്ലാവരും മേലേക്ക് കയറ്റി ഇവരെ കൊണ്ട് അവിടെ നമ്മൾ അമ്മായിൻ്റെ മോനുണ്ട്. ഇവിടെ ഈ പരിസരമൊക്കെ നമ്മൾ കുടുംബക്കാരനെ ഉണ്ട്. ഇവിടേക്ക് പറമ്പേരപ്പെട്ട 2:30 മണിക്ക് വീണ്ടും അടുത്തവും പൊട്ടി. അടുത്ത് പൊട്ടിയപ്പോൾ ഒക്കെ എല്ലാം പോയി. കൂട്ടുകാരും വീടും അയൽവാസികളും അനിയനും ഒക്കെ പോയി. ആ രണ്ടാമത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഞങ്ങൾ അതിനുള്ളിൽ കിടന്നിട്ട് നോക്കുമ്പോൾ അനിയൻ്റെ ഒരു മോനും 2 മക്കൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ചെറിയ ഒരു നടുക്ക ഒരുത്തുണ്ട്. ഓൻ്റെ ഇവിടെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഈ ബീം ഒന്നായിട്ട് ഇരിക്കുന്നു. വെള്ളം അമരുന്നതിനനുസരിച്ച് ബീം ഇരുന്നുകൊണ്ടിരിക്കുക. ഇവൻ്റെ സോളറിലാണ് ഈ ബീം ഇരിക്കുന്നത്.
5:45 5:30 മണിയാകുമ്പോൾ വീണ്ടും ഞങ്ങളതിൻ്റെ ഉള്ളിലാണ് പൊട്ട്. പിന്നെ ഓൻ മരിക്കും പറയാണ്, അവർ നോക്കണം, മെച്ചിനെ നോക്കണം, എല്ലാവരും നോക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഉണ്ടായിട്ടില്ല. അത് മരിച്ച് ആ ഇരുന്നിട്ട് പിറ്റേ അന്ന് 11:30-12 മണിയുടെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. വേറൊരു കുട്ടി അറിയാം, പുറം ലോകം ഒന്നും അറിയില്ല. ഞങ്ങളെ ഫോണൊന്നുമില്ല, ഒക്കെ പോയില്ലേ. അതിക്കൊരു കോൾ വന്ന്, ആ കോൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്താണ്. അപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞ വോയിസ് ഉണ്ടെങ്കിൽ കുടുങ്ങി കിടക്കുകയാണ്, ഇതിനുള്ളിൽ കിടക്കുകയാണ്, ഞങ്ങളൊന്ന് വന്ന് രക്ഷപ്പെടുത്തുന്നത്. അവർ പറഞ്ഞ് എപ്പോൾ വരും എത്തിപ്പെടുന്നത്. അവരാണ് വന്നിട്ട് ഞങ്ങളെ അത് പൊളിച്ചിട്ട്, മിലിറ്ററിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഒരു ചുവന്ന ഇട്ടിട്ടാണ് അവർ വന്ന് വെട്ടിപ്പൊളിച്ചെടുത്ത് എന്നെ ആദ്യം അപ്പുറത്ത് കയറ്റി മേലത്തെ വീട് ഉണ്ട് അവിടേക്ക് ഏലത്തോട്ടം അവിടേക്ക് ആക്കി. അനിയൻ്റെ ഒരു മോൻ ഓനെ ആക്കി, മറ്റവനെ പിന്നെ പൊളിച്ചിട്ടെടുത്തത്. 4ാമെടുക്കുന്ന മയ്യത്താണ് ബോഡി, അതായത് അനിയൻ്റെ മോൻ്റെ. ഒരു പോറിന് പോലും പറ്റില്ല. കാരണം വെച്ചാൽ ഈ BM ഇരുന്നിട്ട് രക്ഷപ്പെടുത്താൻ അന്ന് രക്ഷപ്പെട്ടത്. അത് ഓർക്കാർക്കെന്നല്ല, കാരണം വെച്ചാൽ അനുഭവിച്ച് നല്ലോണം ഞങ്ങൾ. അപ്പോൾ ഷംസുദ്ദീൻ പങ്കുവെച്ച് നിങ്ങൾ കേട്ട് കാണും. രാത്രി 12:30യോടുകൂടി ആദ്യമായിട്ട് വീടിൻ്റെ മുകളിലേക്ക് ഒരു തെങ്ങ് മറിഞ്ഞ് വീണതാണ്. അവിടെ നിന്ന് രക്ഷിച്ച് അവരെല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കിയതിന് ശേഷം തിരിച്ചു വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഏകദേശം രാത്രി 2 മണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത്. അതിൽ എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. എല്ലാ പ്രതീക്ഷകളും തകിടം മറിയുകയായിരുന്നു. ഉറ്റവരും ഉടയവരും കുട്ടികളും വാപ്പയും സഹോദരങ്ങളും അടക്കം എല്ലാവരും അതിൽ ഒലിച്ചു പോയി എന്നുള്ളതാണ്. ആ ഓർമ്മകളാണ് ഷംസുദ്ദീൻ കണ്ണ് നനയിച്ചുകൊണ്ട് നമ്മളോട് പങ്കുവെക്കുന്നത്. ആ കുട്ടികൾക്ക് കിട്ടിയ ഒരു ട്രോഫി അദ്ദേഹം നമുക്ക് എടുത്ത് കാണിക്കുകയുണ്ടായി. ആ വീട് ഇപ്പോഴും ചളിയിൽ തന്നെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. ആ ഒരു സംഭവം ഓർത്തെടുക്കുമ്പോൾ കരയാതിരിക്കാൻ ആർക്കും തന്നെ ആവില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു ജൂലൈ 30, 2024. ഇനി അങ്ങനത്തെ ഒരു രംഗം ഒരിക്കലും കാണാനും അതുപോലെ തന്നെ തിരിച്ചു വരാതിരിക്കാനും എല്ലാവരും പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ സങ്കടത്തോടു കൂടി ഈ വീഡിയോക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശ്രയങ്ങളും എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് ഒരു കൈത്താങ്ങാകാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ സംഘടനകളും എല്ലാം തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചൂരൽമലയിലേക്ക് നോക്കുമ്പോൾ 1 വർഷം പിന്നിട്ടിട്ടും അവിടെ ഒരു വീട് പോലും ശരിക്കും പണി കഴിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ ഒരു വിലങ്ങ് തടിയായിരുന്നത് സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വീടുകൾ ഉണ്ടാക്കി നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ആ സമയം ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ്. ഒരുപാട് സംഘടനകൾ ഒരുപാട് ഓഫറുകളെല്ലാം കൊടുത്തിരുന്നെങ്കിലും ഇപ്പോഴും അതൊക്കെ ചിലത് വാക്കിലും ചിലത് വൈക്കും എല്ലാം ഇങ്ങനെ പകുതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് എത്രയും പെട്ടെന്ന് എല്ലാവരും ചെയ്തുകൊണ്ട് ഇവരെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇവരുടെ വിഷമങ്ങൾ നമുക്ക് എത്ര അങ്ങോട്ട് കൊടുത്താലും അവരുടെ നഷ്ടങ്ങൾക്ക് ഒന്നും പകരമാവില്ല. എന്നാലും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളെങ്കിലും പെട്ടെന്ന് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഒന്നും പാലിച്ചില്ല, ഈ സമയം വരെ പാലിച്ചില്ല. ഈ ചെലവിൻ്റെ ഈ നിത്യ 300 ഇതല്ലാതെ ചികിത്സക്കാർ 1 ലക്ഷം രൂപ തുടർ ചികിത്സക്ക് ഇതുവരെ തന്നില്ല. പിന്നെ ഗവൺമെൻറ് കൃഷിയോ എല്ലാവരും കൊടുത്ത് നമുക്ക് ഈ വരെ തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടില്ലേ, നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ 1 ലക്ഷവും അതുപോലെ തന്നെ ചികിത്സാ സമയത്ത് കിട്ടിയ ഫണ്ടുമല്ലാതെ ബാക്കി തുടർ ചികിത്സയ്ക്കുള്ള പൈസ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീടുകളും വ്യാപാര സ്ഥാപനവും എല്ലാം തന്നെ ഭൂമി അന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെട്ട അർഹതപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കുക തന്നെ ചെയ്യണം. അവരെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഒരു നന്മ തീർച്ചയായിട്ടും പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരം ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഒരുപാട് നഷ്ടങ്ങൾ ഈ ചൂരൽമലയിൽ നിങ്ങൾ കണ്ടതാണ്. ഒരുപാട് അച്ഛനമ്മമാർ കുട്ടികളെ നഷ്ടപ്പെടുകയാണ്, ഒരുപാട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയാണ്. ആ കണ്ണീരിനൊക്കെ പകരമാകാൻ ഒന്നും തന്നെ ആവില്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും നമ്മളെക്കൊണ്ട് കഴിയുന്നതെങ്കിലും കൊടുത്തിട്ട് അവരെ ഒന്ന് ചേർത്തി പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അവർക്ക് വാക്കുകൾ മാത്രം കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് പേപ്പറിലും അതുപോലെ തന്നെ TV-യിലും വാർത്തകളും ഫോട്ടോകളും വരാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടി ജാഗരൂകരായി ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കി അവരെ നമ്മോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തേക്ക് ചൂരൽമലയിൽ അപകടം നടന്നതിന് ശേഷം 1 കൊല്ലം പിന്നിടുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഒരുപാട് ആൾക്കാർ ശവശരീരങ്ങൾ മറവ് ചെയ്ത സ്ഥലത്ത്
ഇപ്പോൾ ആൾക്കാർ വന്ന് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ എല്ലാവർക്കും എല്ലാം നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇനിയെങ്കിലും ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ സർക്കാരും ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും എല്ലാം തന്നെ ഓഫർ ചെയ്ത വീടുകളും അതുപോലെ തന്നെ സ്ഥലങ്ങളും മറ്റ് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കൊടുത്തുകൊണ്ട് ഇവരെ ഒന്ന് നമ്മളോട് ചേർത്തിപ്പിടിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.